ഞാനിപ്പോൾ ഈ സാരി ഒരു 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 അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സാരി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ ഗോൾഡൻ ഗിയർ വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഇൻവിസിബിൾ നെക്ലസിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ആയിട്ടും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിൽവറിൻ്റെ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലേ. ഇപ്പോൾ സിൽവറിൻ്റെ ഈ ഒരു സാരിയുടെ കൂടെ സ്റ്റൈൽ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇതിൻ്റെ ഒരു ബ്ലൗസ് കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഡെലിവേർഡ് ആയില്ല, റീഫണ്ട് ചെയ്തേക്കാണ്. ചിലപ്പോൾ അവിടെ സ്റ്റോക്ക് ചിലപ്പം കാണത്തില്ലായിരിക്കും. അപ്പം ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ബ്ലാക്ക് കരയായിരുന്നു, പക്ഷെ വന്നത് ഒരു ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ കരയുള്ളൊരു സാരി ആട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ സിൽവർ കസം ഉള്ളത് കൊണ്ട് സിൽവറിൻ്റെ ആ ഒരു ഇൻവിസിബിൾ നെക്ക് പീസ് കൂടെ നമ്മൾ ഇട്ടേക്കുന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചുരിദാർ ടോപ്പിൻ്റെ കൂടാണ് ഞാനിപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് അതിൻ്റേതായിട്ടും എനിക്ക് സാരി ഉടുക്കാനും അങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സാരി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ ഉടുപ്പിക്കാൻ മീൻസ് അമ്മയ്ക്ക് തന്നെ ഉടുക്കാൻ അറിയാം, പക്ഷെ മറ്റുള്ളവർ ഉടുപ്പിക്കാൻ അറിയത്തില്ല. ചിലർക്ക് ആ ഒരു കഴിവും കൂടെ ഉണ്ട്, ഉടുപ്പിക്കാൻ ഡ്രൈപ്പ് ചെയ്യാനുള്ളൊരു കഴിവും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് സിൽവറിൻ്റെ ഇൻവിസിബിൾ നെക്ക് പീസാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മീൻസ് സിൽവറിൻ്റെ ഗിയർ വെയർ വെച്ചിട്ടുള്ള ഇൻവിസിബിൾ നെക്ക് പീസാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെടുമെന്നും വിചാരിക്കുന്നു. കാരണം ഇപ്പം ട്രെൻഡിങ് ആയിട്ട് എല്ലാ ബ്രാൻഡുകാരും ഇറക്കുന്നത്, സ്മോൾ ആൻഡ് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാ ബ്രാൻഡുകാരും ഇൻവിസിബിൾ നെക്ക് പീസാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പല വെറൈറ്റീസ് ആണ് ഒത്തിരി ബ്രാൻഡുകാർ ഇങ്ങനെ. അതാണ് ഞാൻ ഇന്നും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. മഞ്ചാടിയുടെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം, കാരണം അത് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കാരണം അത്രയും മഞ്ചാടി നമ്മൾ ഹോൾ ഇടണം, അതൊക്കെ ഒരു വലിയൊരു പണിയാട്ടോ. എനിക്ക് ലൈവായിട്ടും അത് കാണിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. അതുകൊണ്ട് പിന്നെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീട്ടിലിരുന്ന് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ആദ്യമേ നമ്മൾ എടുത്തിരിക്കുന്നത് സിൽവറിൻ്റെ ഗിയർ വയർ ആട്ടോ. നിങ്ങൾ ഈ ഗിയർ വയർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒടിഞ്ഞതൊന്നും നിങ്ങൾ എടുക്കരുത്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗിയർ വയർ നോക്കിയിട്ട് വേണം നിങ്ങളത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒടിഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നല്ല ഗിയർ വയർ നോക്കിയിട്ട് വേണം നിങ്ങളത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഒരു മാലയുടെ ലെങ്ത് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത്, അത്യാവശ്യം ലെങ്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യമേ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊളുത്താണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനിവിടെ സിൽവറിൻ്റെ ഗിയർ ലോക്കും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സിൽവറിൻ്റെ ചെറിയ കുട്ടിയായിട്ടുള്ള മണികളായിട്ടുള്ള ബീഡ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് അതിന് നമ്മുടെ ഗോൾഡൻ്റെ അതിന് വേറൊരു സംഭവമാണ്, അതും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ചെറിയ കുട്ടിയായിട്ടുള്ള ആ ഒരു ബീഡാട്ടോ, ഗിയർ ലോക്ക് അല്ല, വേറൊരു ബീഡാണ് എടുത്തിരിക്കുന്നത്. കാരണം ഗിയർ ലോക്ക് ഞാൻ എവിടെയോ കൊണ്ടുപോയി വെച്ചായിരുന്നു, പുതിയ സ്റ്റോക്ക് അത് വന്നതായിരുന്നു, ഞാനത് എവിടെയോ കൊണ്ടുവച്ചു, എവിടെ അതുപോലെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കൊളുത്തിലൊട്ടതാണ്ട് ഇതുപോലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് പ്ലെയർ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കിറ്റായിട്ടൊക്കെ ഓരോ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങൾ ആദ്യം അത് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പതുക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഇൻവിസിബിൾ നെക്ക് പീസിൻ്റെ മേക്കിംഗ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് നമുക്ക് എവിടെയാണോ ബീഡ് ഇടേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് കൊണ്ടുവന്ന് നമ്മൾ വീണ്ടും ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കാണെങ്കിൽ നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഡിസൈൻ മാത്രമല്ല, വേറെ ഒരുപാട് കുട്ടിയായിട്ടുള്ള കുഞ്ഞു പെൻഡൻസ് അത്യാവശ്യം നോർമൽ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അതിൻ്റെ ഞാൻ വാങ്ങിക്കുന്ന സ്റ്റോറുകളുടെ നെയിംസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഡിസ്ക്രിപ്ഷനൂടെ നോക്കുക. എന്നിട്ട് നിങ്ങളത് ആ സ്റ്റോറിൽ പോയി ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ റേറ്റൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റൊക്കെ ആണെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാങ്ങിക്കുക. ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ്, ഒരുപാട് സാധനങ്ങൾ എടുക്കാതെ കുറേശ്ശെ സാധനങ്ങൾ എടുത്ത് ചെയ്ത് നോക്കി പഠിച്ചിട്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മെറ്റീരിയൽസിനെല്ലാം തന്നെ ഒരുപാട് നല്ല റേറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഔട്ട്സൈഡ് കേരളയിലൊക്കെ പോവുകയാണെങ്കിൽ
കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞേക്കും, എന്നാലും നമുക്ക് ആ ഒരു റേറ്റ് കുറച്ച് കൂടുതലാണ് ഇങ്ങനത്തെ മെറ്റീരിയൽസിനൊക്കെ. നമുക്കിങ്ങനെ വില കുറച്ചൊന്നും അങ്ങനെ കിട്ടത്തൊന്നുമില്ല. പിന്നെ വിൽക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് മാർക്കറ്റ് റേറ്റ് ഇടിച്ച് താഴ്ത്തി നമ്മൾ ഒരിക്കലും നമ്മൾ വിൽക്കരുത്. ചിലപ്പോൾ മറ്റ് ബ്രാൻഡ്സിനും അത് ചിലപ്പോൾ പ്രശ്നമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടത്തക്ക രീതിയിലുള്ളൊരു റേറ്റ് ഇട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നിങ്ങൾ കളയാതെ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ദാണ്ടേ ഇത് രണ്ടും നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബാക്ക് ചെയിനൂടെ അറ്റാച്ച് ചെയ്യുകയാണ്. നമുക്ക് ഈ ബാക്ക് ചെയിനും അതുപോലെ തന്നെ കൊളുത്തും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടും കിട്ടും, അല്ലാതെ ഇതുപോലെ ലോങ് ചെയിൻസ് ആയിട്ട് വാങ്ങിക്കാം, കൊളുത്തൂടൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ചെയിൻസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ നിങ്ങളത് പ്രൈസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് തനിയെ അത് ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് നോക്കിയെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയെങ്കിൽ അത് ശരിയാവത്തുള്ളൂ. പിന്നെ നിങ്ങളത് കൊടുക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ വേണം നമ്മൾ കസ്റ്റമേഴ്സിന് അത് റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി. കാരണം കസ്റ്റമേഴ്സിന് കയ്യിൽ കിട്ടുമ്പോൾ അത് ഒടിഞ്ഞും തൂങ്ങിയൊന്നും ചെല്ലരുത്. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇൻവിസിബിൾ നെക്ക് പീസ്. അപ്പോൾ എങ്ങനെയാണ് സിൽവറിൻ്റെ ടൈപ്പ് ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ. മെറ്റീരിയൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഈ സാരി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ സാരിയുടെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റോറിൽ തന്നെയൊക്കെയാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേണമെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഞാൻ ഈ കാണുന്ന സ്റ്റോറിൽ നിന്നൊക്കെ തന്നെയാണ്, ഈ പറയുന്ന സ്റ്റോറിൽ നിന്നൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നതും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവരൊക്കെ, ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ, ഇങ്ങനത്തെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഡബിൾ ലെയറും ട്രിപ്പിൾ ലെയറും 4 ലെയറും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ഒരു ഇതിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.